നീ പുറത്തു പോയി ആ രമ്യ അവിടെ തന്നെ ഉണ്ടോ പോയോന്ന് പോയി നോക്കിട്ടോ. രമ്യ? ചേട്ടൻ എന്താ ഈ പറയുന്നേ? ഇവന് പൂസും പോയി വെളിവും പോയി പ്രാന്തായോ? എടി പോയി നോക്കിട്ട് വാടി. ഓ എന്താ? ഇപ്പൊ വരും. പുറത്താരുമില്ല. കൃതിക മേഡം, അളിയാ, നിങ്ങൾ എല്ലാരും എന്നോട് ക്ഷമിക്കണം. സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. സത്യം. അവളില്ല രമ്യ, അവളെന്നെ വിളിച്ചു പറഞ്ഞ് എന്നെ ഒന്ന് ഏഷണി കയറ്റാൻ നോക്കി. എന്നാ പിന്നെ അവൾക്കിട്ട് പണിയെടുക്കാന്ന് ഞാനും കരുതി. ഞാൻ ഇവിടെ വന്ന് കുടിച്ച് ബഹളം ഉണ്ടാക്കി ഇനി അങ്ങോട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാവുമെന്ന് അവൾ വിചാരിച്ചോട്ടെ. എങ്ങനെയുണ്ട് ഐഡിയ? ജയ, ഇനി വന്നേ. ഓ, എന്താ അമ്മേ? നിന്നെ വിട് അമ്മേ, വിട്. വിടമ്മേ. രമ്യ അങ്ങനെ നിന്നെ വിളിച്ചു പറഞ്ഞെങ്കി അത് പ്രിയോടോ രാജുവിനോടോ ഒന്ന് വിളിച്ചു പറഞ്ഞ പോരായിരുന്നോ? പറഞ്ഞൂടായിരുന്നോ അളിയാ? നീ എന്തിനാ ഇങ്ങനെ ബഹളം വെച്ച് അഭിനയിച്ചത്? രാധമ്മേ, ഞാൻ പറഞ്ഞില്ലേ രമ്യയെ പറ്റിക്കാൻ. ഞങ്ങളെല്ലാം കുറച്ചു നേരത്തേക്ക് നീ തീ തിരിച്ചു കളഞ്ഞല്ലോടാ. എന്നാലും ഈ രമ്യക്ക് ഇത് എന്തിന്റെ പ്രശ്ന? ഇത് അവളോട് ചോദിക്കണമല്ലോ. ചോദിച്ചില്ലെങ്കിലേ ശരിയാവില്ല. അളിയ വേണ്ട, രമ്യക്ക് അസൂയ. ഹൃതിക മാഡവും അളിയനും സന്തോഷമായിട്ട് ജീവിക്കുന്ന കണ്ടിട്ട് അവൾക്കൊരു കുട്ടി കുശുമ്പ്, അത്രേ ഉള്ളൂ. അതിനെ അറിഞ്ഞതായിട്ട് ഭാവിച്ച് വഴക്കിലൊന്നും വേണ്ട. എത്രയൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയാലും ഹൃതിക മേഡവും അളിയനും സന്തോഷായിട്ട് വഴക്കൊന്നുമില്ലാതെ ജീവിച്ചാൽ മതി.